രണ്ടാമത്തെ വീഡിയോ. ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ് ഒരു യൂട്യൂബ് തുടങ്ങുന്ന ആളുടെ പോലെ തന്നെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് സ്ക്രോൾ ചെയ്യാണ്. എത്ര വ്യൂ കിട്ടി, എത്ര പേര് കണ്ടു, ആകാംക്ഷ, ആൻസൈറ്റി നല്ല കൂടുതലാണ്. അഡിക്റ്റ് അല്ലെങ്കിൽ ആ വീഡിയോ എത്ര പേര് കണ്ടു, എന്താണ് റെസ്പോൺസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് കിട്ടി. ഇപ്പൊ എല്ലാവരും വിചാരിച്ചു ഈവൻ ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ആ ഒരു പ്രൊഫഷണലുള്ള ആൾക്കാർ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്യാറ്. പക്ഷെ എനിക്ക് അതിലേക്കാളും താല്പര്യം എല്ലാവരും ഡൈവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് ഏറ്റവും തിരക്കേറിയ നമ്മുടെ മുഹമ്മദ് സാറിനെ വിളിച്ചത്. സാറിനെ വിളിക്കാനുള്ള കാരണം സാർ ഇവിടെ UAE 10-12 കൊല്ലമായി ഒരു ഹെഡ് ഓഫ് HR വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എന്നേക്കാൾ എന്താ പറയാ, ഞാൻ ഇന്നലെ തലത്തോ മഴയിലുള്ള ഇതാണെങ്കിൽ ആളിവിടെ മരമായി ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 22 years ആയി. എനിക്കെന്താ വെച്ചാൽ HR എന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടാണ്. കാരണം വെച്ചാൽ HR നമുക്ക് കാരണം ഒരു ജോലി കിട്ടണമെങ്കിൽ ഫസ്റ്റ് അപ്രോച്ച് HR മെയിലായിട്ട് UAE അല്ലെ. ഇനിയിപ്പോ നിങ്ങളൊരു ഇൻട്രോ കൊടുക്കാം, അതാണ് നല്ലത്. HR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു ഫെസിലിറ്റിയിലോ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലോ അല്ലെങ്കിൽ സ്പെഷ്യലി ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പറയാം. HR ആണ് അവിടുത്തെ ഒരു കൾച്ചർ. റൈറ്റ് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ചെയ്തു റൈറ്റ് ആയിട്ടുള്ള ആ പൊസിഷനിൽ യോജിച്ച ഒരാളെ കൊണ്ടുവരുന്നതിലൂടെയാണ് അവിടെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്ന ടൈമില് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ റെസ്യൂം നാട്ടിൽ നിന്ന് 10-20 റെസ്യൂം പ്രിന്റ് ഔട്ട് എടുത്തു, ഇവിടെ കൊടുത്തു. എന്നിട്ട് ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഫീഡ്ബാക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർ പറയുന്നതായിട്ട് ഇല്ല റെഫറൻസ് വഴി UAE ജോബ് കിട്ടുള്ളൂ, നീ ആരെങ്കിലും കണ്ട് അവരോട് പറഞ്ഞ് ആ CV അങ്ങോട്ട് എത്തിക്കണം. കറക്റ്റാണ്. ഒരു ഓർഗനൈസേഷനിൽ റെഫറൻസിന്റെ കൂടെ തന്നെ ഒരു CV അങ്ങോട്ട് എത്തും, എന്നാൽ മാത്രമാണ് നമ്മൾ വിളിക്കുക. പക്ഷെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ആൾക്ക് ഒരു മെന്റാലിറ്റി ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ പഠിച്ചു, സോ എനിക്ക് അവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ജോബ് കിട്ടും, ഇങ്ങനെ ഒരു പാക്കേജ് എനിക്ക് കിട്ടും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഇന്റർവ്യൂവിൽ നമ്മൾ വരുമ്പോൾ ചില ഓർഗനൈസേഷൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈവൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് പോലും ചോദിക്കുന്നില്ല. അവരാരും ചോദിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചിലവർ പ്രിപ്പയർ ചെയ്തിട്ട് വരും, ചിലർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മൊമെന്റിൽ പ്രിപ്പയർ ചെയ്ത് പറയാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാരുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ പിന്നെ അവിടെ സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിനാണ് മെജോറിറ്റി പേര് ഔട്ട് ആവുന്നത് എനിക്ക് തോന്നി പേഴ്സണലി. ശരിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ജോബ് സീക്കറും പ്രത്യേകിച്ച് ഇപ്പോൾ ഏഷ്യൻ കൺട്രികളിൽ നിന്ന് വരുന്ന ആളുകൾ അവര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കണ്ടേ. നമ്മളിപ്പോ നമ്മളെ സെല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഏത് ടെറിട്ടറിയിലാണോ ഉള്ളത് അവിടെ നിന്ന് മാറി വേറെ ഒരു കൾച്ചർ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് നമ്മളെ സെല് ചെയ്യാം. അപ്പൊ അറിഞ്ഞിരിക്കാനുള്ള എന്തായാലും അറിഞ്ഞിരിക്കണല്ലോ. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏത് ഫീൽഡിലാണോ ജോലി നോക്കുന്നത് അതിൽ നമുക്ക് എന്താണ് എന്നെ ഹയർ ചെയ്യാൻ എനിക്കുള്ള ഗുണങ്ങളാണ്. ചില സിറ്റുവേഷനിൽ ലേ ഓഫ് ഉണ്ടാകും. അറൗണ്ട് ഒരു 30 അല്ലെങ്കിൽ 50 എംപ്ലോയീസിന് ഒറ്റ ഒരു ഇതിൽ റിസൈൻ ചെയ്ത് ടെർമിനേറ്റ് ചെയ്യാനാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. അതൊരു ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹയറിംഗ് ഉണ്ട് ഫയറിംഗ് ഉണ്ട്. ഹയറിംഗും പാർട്ട് വളരെ ഈസിയാണ്. ഹയറിംഗ് ഹാപ്പി ഫയറിംഗ് സാഡ് ആണ് എനിക്ക് കണ്ടത്. പക്ഷെ സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ രണ്ടും ഹാപ്പി മൂഡ് ആക്കാൻ പറ്റും അതൊരു സാധ്യത. പക്ഷേ കമ്പനിക്ക് തീരുമാനമെടുക്കാൻ അനിവാര്യമായതുകൊണ്ടല്ലേ എടുക്കുന്നത് അല്ലെ. ഇവിടെ ഈ ഒരു സാഹചര്യത്തെ ഡീൽ ചെയ്യാന്നുള്ളത് ആ ടെർമിനേറ്റ് ചെയ്യുന്ന HOD ആവട്ടെ HR ഹെഡ് ആവട്ടെ അവരോടുള്ള അപ്രോച്ച് പോലെ അതെങ്ങനെയാണെന്ന് അറിയാം. ഉദാഹരണം ബഷീർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു വലിയ വർക്കാണ്. അയാൾക്ക് അവിടെ നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഇവിടെയാണ് നമ്മളൊരു നമ്മളുടെ കുറിച്ചൊരു കോൺഫിഡൻറ്റ് കിട്ടും. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് 10 കൊല്ലത്തിനായിട്ടൊന്നും അടങ്ങുക. 10 കൊല്ലം ഞാൻ അവിടെ ഉണ്ടാവും പറയാൻ പറ്റും. ഇല്ല ചിലവർ പക്ഷെ ലോങ് എക്സ്പീരിയൻസ് ഈ വർക്ക് നിന്നേക്കാം. പക്ഷേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കരുത് ഞാനിവിടെ 10 വർഷം നിൽക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇവിടേക്ക് സൃഷ്ടിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല.
ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് പല, നമുക്കറിയില്ല എവിടെയൊക്കെയാണ് നമ്മൾ എക്സ്പോഷർ നമുക്ക് കിട്ടാനുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള നിന്റെ സമയം കഴിഞ്ഞില്ല. ഇനി ഒരു റൈറ്റ് പ്ലേസ് വെയിറ്റിംഗ് ഫോർ യു. അവിടേക്ക് നീ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കണ്ടേ. ഫാമിലി ഇല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റുന്നുണ്ടാവും. ആൾക്ക് കുറച്ച് കാലമായിട്ട് ഈ കമ്പനിക്ക് വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി മാനേജ്മെൻറ്റാണ്. ആൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്. ആ ലോൺ, EMI, ക്രെഡിറ്റ് കാർഡ്, ആളുകൾ വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ പല, ചിലപ്പോൾ 3 മന്തിന് വേറൊരു ഒരു റെൻറ്റോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഫാമിലി കൊണ്ടുവരാൻ, അങ്ങനെ പല പ്ലാനിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്നാണ് ഒരു ദിവസം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ബെസ്റ്റ് കരിയർ ആൾക്ക് അത് എത്രത്തോളം നിൽക്കുന്ന അത് ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാനൊരു 40 ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി 40 ആളുകളിൽ മെജോറിറ്റിയും ഇന്ത്യൻ നാഷണലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ നമ്മൾ അറിയുന്നവരും അല്ലെങ്കിൽ നമ്മൾ അറിയാലോ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുക. അപ്പോൾ ഇങ്ങനെ ടെർമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും 15 മിനിറ്റാണ്, ഓരോരുത്തരും 15 മിനിറ്റ് വെച്ചിട്ടാണ് ടെർമിനേഷൻ നടക്കുന്നത്. അതിൽ ഒരു സ്റ്റാഫ് കയറി വന്നിട്ട് വളരെ പ്ലസൻ്റായി ചിരിച്ചുകൊണ്ട് ആ പേപ്പർ വാങ്ങിച്ചു, ഈ സൈൻ ചെയ്തു. ഐ അണ്ടർസ്റ്റാൻഡ്. ആ സ്റ്റാഫ് പറയാണ്, ഞാൻ ഇവിടെ വന്ന് ഇവിടെ ജോലി ഇത്രയും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് സൈൻ ചെയ്ത് അവിടുത്തെ തിരിച്ചു പറഞ്ഞു. ഞാൻ ആ സ്റ്റാഫിന് ഇന്നും ഞാൻ ആ സ്റ്റാഫിനോട് കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് എനർജറ്റിക് ആയിരുന്നു ആ സ്റ്റാഫ്. അതിലേക്ക് ഉടനെ ജോലി കിട്ടി. കാരണം അവർ കിട്ടും, എനിക്കറിയാം. കാരണം അവരത്ര നമ്മളിലെ കോൺഫിഡൻ്റാണ്, നമ്മളുടെ കമ്പനിയിലല്ല നമ്മൾ കോൺഫിഡൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ഇപ്പോൾ ഫുള്ളി പ്രിപ്പയർഡ് അല്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒരു പ്രാക്ടീസ് സെക്ഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് അല്ല, ഇപ്പോൾ സാറിന് പ്രിപ്പയർഡ് അല്ല. സാർ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇപ്പം ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയൊരു ആൻസർ ഞാൻ പറയാം. അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ചിലപ്പോൾ എൻ്റെ ആൻസർ ശരിയാവും, ചിലപ്പോൾ എൻ്റെ ആൻസർ തെറ്റാണ്. പക്ഷെ അത് കറക്റ്റ് ചെയ്യുക എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു മനോഭാവം ഇത് കാണുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്താൽ ഒരു ക്വസ്റ്റ്യനോ സിറ്റുവേഷനോ എനിക്ക് തന്നു ഞാനെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതിന് എത്ര മാർക്കാണ്, അല്ലെങ്കിൽ അതാണ് വേണ്ടത് ആ ഒരു ജോബിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ എല്ലാത്തിലും ഇപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമല്ലോ. എല്ലാ പൊസിഷനും ഇൻ്റർവ്യൂവിന് വരുന്ന ചോദ്യ കയ്യിലൊരു ക്വസ്റ്റ്യൻ ഷീറ്റ് ഉണ്ടായിരുന്നു, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകാം, സിനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അപ്പോൾ അതിലൊരു സിനാറിയോ കൊടുക്കുമ്പോൾ ആ സിനാറിയോ ഇന്നതേ ആണ് എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു സിനാറിയോ ഹൗ യു വിൽ ഹാൻഡിൽ ചോദിക്കുമ്പോൾ ഇതിന് മുന്നേ വന്ന കാൻഡിഡേറ്റ് പറഞ്ഞ ആൻസർ ആയിക്കോളെന്ന് ഈ കാൻഡിഡേറ്റ് പറയാം. അപ്പോൾ ഈ കാൻഡിഡേറ്റ് പറയുമ്പോൾ അയാൾ പറയുമ്പോൾ ആളുടെ കോൺഫിഡൻസ്, അയാൾ എന്തെല്ലാം ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഡോക്ടർ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിച്ചു. ആ സമയത്ത് ഇപ്പോൾ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് പെയിൻ മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനസ്തേഷ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ്, അനസ്തേഷ്യ ടെക്നിക് ആളോട് ചോദിക്കുകയാണ്, ആ നേരത്തെ നിങ്ങൾ എന്താ ചെയ്യാറ്? അപ്പോൾ ഞാൻ അയാൾ നോക്കി നിൽക്കുന്നുണ്ടാവും എന്ന് അങ്ങനെയല്ല മറുപടി പറയാം. പക്ഷെ ഡോക്ടർക്ക് ഒരു സങ്കല്പമുണ്ട്, ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ടെക് എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്താണ് ഫോക്കസ്ഡ് ആവേണ്ടത്. അപ്പോൾ എന്താണെന്നറിയില്ല, ആ കാൻഡിഡേറ്റ് റൈറ്റ് ആൻസർ പറഞ്ഞു. ഞാൻ ഇത് മോണിറ്റർ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് ഞാൻ ഡോക്ടറെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഡോക്ടർ ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർക്ക് ചിലപ്പോൾ മോണിറ്റർ നോക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ ആ സമയം മോണിറ്റർ ശ്രദ്ധിക്കും, എന്നിട്ട് ഡോക്ടർക്ക് ഫീഡ് ചെയ്ത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആ കാൻഡിഡേറ്റിനെ സെലക്ട് ആവട്ടെ എന്നത്, പക്ഷെ ആ ടൈമിൽ ഡോക്ടർ ചോദിച്ച ചോദ്യം അയാൾ ആൻസർ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ചില സിനാരിയോ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ആ സമയത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനാണ് സിനാരിയോ കൊടുക്കുന്നത്. അങ്ങനെ സിനാരിയോ കൊടുക്കുമ്പോൾ ആ കൊടുക്കാറുണ്ട് ഇൻ്റർവ്യൂവിൽ. അതിൻ്റെ ആൻസറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് റൈറ്റ് ആൻസർ അല്ല, ഹൗ ഹി വിൽ ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്, പാനിക് ആകുന്നുണ്ട്, എന്തെല്ലാം ചെക്ക് ലിസ്റ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതാണ് അവിടെ നോക്കുന്നത്.
അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തരാൻ പറ്റും. ഏത് വിഷയത്തിലായിരുന്നു? അങ്ങനെയല്ല, ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടല്ല. സാറ് ഇപ്പോൾ ഇരിക്കുന്നു, സാറ് എക്സാം ഡയറക്ടറാണ്, ഞാൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എംപ്ലോയി ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വന്നിട്ടാണ്. ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ മീൻസ് എൻ്റെ ഒരു മനോഭാവം അവിടെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു മൈനോറിറ്റിയുടെ അപ്പോൾ അത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിനാരിയോ, ഒരു സിനാരിയോ ഞാൻ നൽകിയിട്ട് അതിനോട് എങ്ങനെയാണ് ഞാൻ ആൻസർ അത് പ്രൊഫഷണൽ വൈസാണോ അല്ല ലൈഫിലുള്ള കാര്യങ്ങളാണ്? അല്ല, ഒരു പ്രൊഫഷണൽ ജോബിന് ഞാൻ വരികയാണ്. സാറിനെ സെലക്ട് ചെയ്യാൻ ഉള്ളൊരു നമുക്ക് ചിലരുടെ ആറ്റിറ്റ്യൂഡൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയാം. നിങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് വരുന്നു, അപ്പോൾ നിങ്ങളുടെ കൊളീഗിനോട് നിങ്ങളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് അതിൻ്റെ റിപ്പോർട്ടിങ്. ഓക്കെ, ഇന്ന് 11 മണിക്ക് എനിക്ക് ആ റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കൊളീഗാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇന്ന് 11 മണിക്ക് നീ ഇത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ആ കൊളീഗ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഡ്യൂ ടു പല റീസൺ ആയിരിക്കാം അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ലേസി ആയിരിക്കാം, അല്ലെങ്കിൽ ആ വേറെ കാര്യങ്ങൾ ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാരണവും ആവട്ടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റക്കായി. നിങ്ങൾക്ക് ഇനി ഒരു റിപ്പോർട്ട് കൊടുക്കണം, അത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ബോസ് നിങ്ങളോട് സ്വാഭാവികമായിട്ടും കറക്റ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ തരും. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ? ഞാൻ ചോദിച്ചത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. അപ്പോൾ ഞാൻ ഇപ്പോൾ 11 മണിക്ക് ആ റിപ്പോർട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യും. നിങ്ങളുടെ കൊളീഗ് നിങ്ങൾക്ക് തരണം. കൊളീഗിൻ്റെ കയ്യിൽ നിന്ന് ആ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളുടെ ബോസിന് അയക്കേണ്ട റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല, ഡിലേ. കാരണം ഇനിയിപ്പോൾ ഞാൻ റിപ്പോർട്ട് പുതുതായി ക്രിയേറ്റ് ചെയ്യാച്ചാൽ ഇതിനൊരു സമയം വേണം. സോ ആൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനും നിങ്ങളുടെ കൊളീഗിന്റെ കാരണമായി നിങ്ങളുടെ ഒരു KPI ബാധിച്ചിരിക്കുകയാണ്, കീ പെർഫോമൻസ്. അപ്പം ഞാൻ ആ കൊളീഗിൻ്റെ ആദ്യം ചോദിക്കും, എന്താണ് ഇഷ്യൂ, എന്തുകൊണ്ടാണ് നമുക്ക് ഈ റിപ്പോർട്ട് ഈ ഡിലേ ആവാനുള്ള കാരണം. അപ്പോൾ ആളെ എനിക്ക് തരുന്ന ഒരു വാലിഡ് റീസണാണെങ്കിൽ ഞാനത് എൻ്റെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ മാനേജറിലേക്ക് കൊടുത്ത് പറയും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ മീൻസ് ഈ റിപ്പോർട്ട് ഈ 11 o'clock എന്നുള്ളത് കുറച്ച് ടൈം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു കൊള്ള അവസ്ഥ. അതുകൊണ്ട് ഞാനിത് ഈ ഒരു ടൈമിൽ ലാഗിലോട്ട് ഞാൻ ഫിനിഷ് ചെയ്യുക എൻ്റെ ഒരു ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യം കൊളീഗിനോട് പോയപ്പോൾ ഒരു ജെന്യൂൻ ആൻസർ കിട്ടി. ജെന്യൂൻ ആൻസർ അല്ലെങ്കിലോ? ജെന്യൂൻ ആൻസർ അല്ലെങ്കിൽ പോലും ആ സിറ്റുവേഷൻ ഞാനാണ് ഹാൻഡിൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ആ റിപ്പോർട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്തു. എന്നോടാണ് എൻ്റെ സൂപ്പർവൈസർ ആ റിപ്പോർട്ട് കാരണം. സോ ഞാനാണ് അവിടെ 100% എൻ്റെ അഷ്വറൻസ്. കാരണം എനിക്ക് വേണമെങ്കിൽ ഇന്നലെ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ആളുടെ ആ കൊളീഗിൻ്റെ അപ്ഡേറ്റ് ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ ആ വർക്ക് കഴിഞ്ഞിട്ട് എന്നെ അലേർട്ട് ചെയ്യണമെന്ന് ആ കൊളീഗിലേക്ക് കൺവേ ചെയ്യണം. ഇതൊന്നും ഞാൻ വന്ന് ചെയ്തിട്ടില്ല. ഞാൻ ഒരു 11 മണിക്ക് വരുന്നു, എൻ്റെ കൊളീഗിലേക്ക് ചോദിക്കുന്ന റിപ്പോർട്ട് എവിടെയാണ്. ആ കൊളീഗ് പറയുകയാണെങ്കിൽ ഇതാണ് ഇന്നും സിറ്റുവേഷൻ. മീൻസ് പല സിറ്റുവേഷൻസ് നമുക്ക് വരും. ഇതിൽ ഒരുപാട് പോയിന്റ് പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിലൊന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാളൊരു ആൻസർ പറയുന്നു, എൻ്റെ അടുത്ത് അയാൾ റിമൈൻഡ് ചെയ്തിട്ടില്ല, അത് മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകളെ നമ്മൾ അംഗീകരിക്കുകയും ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ആവുന്നതാണ്, അല്ലേ? ഇമോഷണലി ആവും. അപ്പോൾ ഒരു ഡയറക്റ്റ് ഫയറിങ് നമുക്ക് അതെ, അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആ ഇമോഷണലി നമ്മളാകുന്ന നേരത്ത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് അതിൽ പ്രധാനമായൊരു പോയിന്റ്. സ്ട്രാറ്റജി അത് നമ്മൾ അറിയണം, അദ്ദേഹം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ എൻ്റെ കൊളീഗിനോട് കൊണ്ട് ഞാൻ അതിൻ്റെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു എന്തുകൊണ്ടില്ല, ഇനി എന്നെയാണ് ബാധിക്കുക. അതിനേക്കാൾ നല്ലത് ആ കൊളീഗ് ചെയ്തോ ചെയ്യാതിരിക്കട്ടെ, അയാൾ വീക്ക്നെസ് ആയേക്കാം, അല്ലെങ്കിൽ അയാൾ ലാഗ് ചെയ്തേക്കാം, അയാൾ ഇഗ്നർ ചെയ്തേക്കാം. പക്ഷേ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ബോസിനോട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ നമ്മൾ നിർവഹിക്കുന്നു, പ്ലസ് കൊളീഗിനോടുള്ള അയാളുടെ അടുത്ത് റോങ് ഉണ്ടാവട്ടെ പ്ലസ് ഉണ്ടാകട്ടെ നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട്. ഈ രണ്ടോടത്തുള്ള റെസ്പോണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ നോക്കുക. അപ്പോൾ അദ്ദേഹത്തെ ഒരുപക്ഷെ കറക്റ്റീവ് ആക്ഷനിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെങ്ങനെ ട്രൈ ചെയ്യും. അതല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ ഇഗ്നർ ചെയ്തു, ഇതിനെ ഒരു നെഗ്ലിജൻസ് ചെയ്തതിനെ എങ്ങനെ സീരിയസ് ആക്കാൻ പറ്റുന്ന എൻ്റെ അടുത്ത് എന്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. അതോടുകൂടി തന്നെ എൻ്റെ ബോസിനെ എങ്ങനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് വിത്തിൻ ഷോർട്ട് ടൈം എനിക്ക് എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന ഭാഗമാണ്
ആ എംപ്ലോയി ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇമോഷണൽ ആവുന്നതോടുകൂടെ മറ്റുള്ളവരെ ബ്ലൈമിങ്ങിലേക്ക് പോകാതെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് എനിക്ക് തന്ന റിപ്പോർട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കാണിക്കുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി വീക്കാണ്. കാരണം അപ്പൊ അവിടെ ഒരു ഞാൻ പറഞ്ഞു വന്നത് ഒരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളവിടെ. ചിലപ്പോൾ പലപ്പോഴും ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ സിനാരിയോ ചോദിക്കുമ്പോൾ നമ്മൾ കരുതരുത് അതിന്റെ കറക്റ്റ് ആൻസർ ആയിരിക്കില്ല ചിലപ്പോൾ അത് ഈ ചോദ്യത്തിന് ഈ ഉത്തരം, ഈ ചോദ്യത്തിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. എങ്ങനെ ചില കാൻഡിഡേറ്റ് ചിരിച്ചുകൊണ്ട് സോറി ഐ ഡോണ്ട് നോ ദ ആൻസർ, ഞാനത് വളരെ ആസ്വദിക്കാൻ അങ്ങനെ പറയും. കാരണം അവർ വളരെ ജെന്യൂൻ ആയിട്ട് നമ്മളിപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്. ആൻസർ അറിയില്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം സോറി ഐ ഡോണ്ട് നോ ദാറ്റ് ആൻസർ എന്ന് പറയാം. അവർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്തിരിക്കണല്ലോ. ഒരാളും എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നത്. അങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ ആഗ്രഹിക്കുന്നത് എല്ലാ ചോദ്യത്തിനും ഇയാൾ മറുപടി തരണമെന്ന് ഒരിക്കലും ഉണ്ടാവും. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണം വിചാരിച്ചിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ആൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല. പക്ഷേ ഐ ഗസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം ഐ ഗസ് ഇന്നതായിരിക്കും. പക്ഷെ ഐ ഡോണ്ട് നോ ആൻസർ, ഐ ഗസ് ഇറ്റ് കുഡ് ബി ദ റീസൺ എന്ന് വേണമെങ്കിൽ ഏത് ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മളെ റിജക്റ്റ് ആയി എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ചെറിയ ഡയറക്ഷനാണ് ഇനിയും പഠിക്കാനുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു അറബിക് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ അയച്ച് ഇവിടുന്ന് ഒരു മാഗസിൻ വരും. അത് മാസങ്ങൾ കാത്തിരിക്കണം. ആ മാഗസിൻ വന്ന് ഞങ്ങളത് വായിക്കണമെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അറബിക്ക് മാഗസീനോ അല്ലെങ്കിൽ ഒരു സ്പീക്കിംഗ് ആപ്പ് ഉണ്ട്. അതെ, എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അറബിയിലാക്കി വരുന്നു അല്ലേ. അല്ലെങ്കിൽ അറബി പറഞ്ഞ മലയാളത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കണം. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിരുന്നു. എന്നിട്ട് കൂടെ എനിക്കറിയില്ല. അപ്പോൾ ആളുകൾക്ക് പഠിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യമം ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് വെരി അപ്രീഷിയേറ്റഡ്. നിങ്ങളുടെ ഈ ഒരു വളരെ സിംപിൾസിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഇത്തരം ആളുകൾക്ക് പഠിക്കാൻ ഉപകരിക്കുന്ന എന്ത് ചെയ്യണമെങ്കിലും ഐ വിൽ ബി മോർ ഹാപ്പി ടു സപ്പോർട്ട്.